ലാസ്റ്റ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഉണ്ടല്ലോ ഇത്രയ്ക്കും ഫാൻസ് ഉണ്ടെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. കാരണം അതിന്റെ വ്യൂസും അതേപോലെ തന്നെ കമന്റ്സും കൂടി അത്രയും കണ്ടപ്പോൾ എനിക്ക് അത്രയും സന്തോഷം തോന്നി കേട്ടോ. അപ്പൊ ഞാൻ ആ ഐറ്റം എന്താണെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഒത്തിരി അധികം ആൾക്കാർ ഏലക്ക, കാർഡമം, എലൈച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ അധികം ഗസ് വന്നു. പിന്നെ അതേപോലെ തന്നെ കുറച്ചധികം ആൾക്കാർ തേങ്ങയും കരിക്കും അതും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനും തെറ്റ് പറയാതിരിക്കാൻ വയ്യ. കാരണം ആ കേക്കിന്റെ സൈസ് അത്രയും കാണുമ്പോൾ ആരാണെങ്കിലും തേങ്ങയാണെന്നേ അല്ലെങ്കിൽ കരിക്കാണെന്നേ വിചാരിക്കും. പക്ഷെ കേക്ക് 1 kg ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും ആ സൈസിൽ ചെയ്യേണ്ടി വന്നു. പിന്നെ അതേപോലെ ആ ഒരു ഏലക്കയുടെ ഷേപ്പ് വരുത്താനായിട്ട് ഞാൻ മാക്സിമം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ചിലരുടെ കമന്റ്സ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ ചിലരുടെ കമന്റ്സ് കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു, ഈശ്വര ഞാൻ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്തോ ആവോന്ന് തന്നെ വിചാരിച്ചു. പിന്നെ ചിലരുണ്ടല്ലോ പാളത്തൊപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാളത്തൊപ്പിയുടെ ഷേപ്പ് അതേപോലെയാണ്, പക്ഷെ കളറിൽ ആ ഒരു ഗ്രീനിഷ് കളർ വരില്ലല്ലോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതെന്താ ഇങ്ങനെ പറഞ്ഞതെന്ന്. ഒരാള് ആ പാളത്തൊപ്പിയുടെ ഫോട്ടോ പോലും എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമന്റ് ആയിട്ട്. എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. കാരണം എൻ്റെ ഒരു ഇൻസ്റ്റയില് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും റീച്ചോ ഇത്രയും കമന്റ്സും ഒക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ആ കേക്കിന്റെ ഓർഡർ വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന ആ ഒരു ചോദ്യം ഞാൻ വിചാരിച്ചായിരുന്നു, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാളെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ. അങ്ങനെ ആ ഒരു ചോദ്യം ആ കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ കേക്കിന് ഈ ഒരു തീം എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. ഞാനും ആ ഒരു കൗതുകത്തോടു കൂടി തന്നെയാണ് കസ്റ്റമറോട് ചോദിച്ചത്. അപ്പോൾ കസ്റ്റമർ പിക്ക് ചെയ്യാൻ വന്ന സമയത്താണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ആള് പറഞ്ഞു അവർക്ക് സ്പൈസസിന്റെ ബിസിനസ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഏലക്ക ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതെന്ന്. അപ്പൊ ഇത്രയും കമന്റ്സിന്റെ ഇടയിൽ ഒരു കമന്റ് വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഒരു വീഡിയോയ്ക്ക് ഇങ്ങനെ ഒരു കമന്റ് ഉണ്ടാകുന്നുള്ളത്. കാരണം നല്ല റീച്ചുള്ള കുറേ വീഡിയോസിന്റെ ഒക്കെ താഴെ കമന്റ്സിൽ ഇങ്ങനെ ചില കമന്റ്സ് ഞാൻ കാണാറുണ്ട്. അതായത് വീട്ടിലിരുന്ന് എങ്ങനെ ജോലി ചെയ്ത് സമ്പാദിക്കാം, ഇല്ലെങ്കിൽ പ്രമേഹം എങ്ങനെ മാറ്റാം, അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അതേപോലെയുള്ള ഒരു കമന്റ് എൻ്റെ വീഡിയോയുടെ താഴെയും സ്ഥിരമായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ തന്നെ വണ്ടടിച്ച് നിൽക്കുക, എന്തിനാണ് ഇങ്ങനെ അവർ കമന്റായിട്ട് ഇട്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇതിന്റെ ചേതോവിഹാരം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ഇന്നത്തെ കേക്കിന്റെ വിശേഷത്തിലോട്ട് പോവുകയാണെങ്കിൽ ഇന്നത്തെ കേക്കിന്റെ ഓർഡർ വന്ന് എന്റെ +2 കൂടെ പഠിച്ച നിതിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടാണ്. ആളിപ്പോൾ ഉള്ളത് അബ്രോഡാണ് കേട്ടോ. അപ്പോൾ മദർ ഇൻലോയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ആള് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനായിട്ടുള്ള ഓർഡർ ആണ് തന്നത്. കേക്കിന്റെ ഫ്ലേവർ ചൂസ് ചെയ്തത് ടെൻഡർ കോക്കനട്ട് ആയിരുന്നു. 1 kg ആണ് കേക്കിന്റെ വെയിറ്റ് വരുന്നത്. പിന്നെ സ്പെഷ്യൽ ഡിസൈൻ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ പർപ്പിൾ ആൻഡ് പിങ്ക് കളർ ഷെയ്ഡിൽ ഞാൻ എന്റെ മാക്സിമം കരവരുതും ഞാൻ ആ കേക്കിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ലുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, കമന്റ്, പിന്നെ എൻ്റെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടി ഒന്ന് പറയാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. താങ്ക്